Hi everyone, welcome back to IDEABAG-IB. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്റ്റവിൻ്റെ ടോപ്പ് ഏറ്റവും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പാത്രം കഴുകുന്ന സാധാ ലിക്വിഡ് ലോഷൻ, പ്രില്ലിൻ്റെയോ വിമ്മിൻ്റെയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് 1 സ്പൂൺ, അതുപോലെ തന്നെ 1 സ്പൂൺ വിനാഗിരി, അതിൻ്റെ കൂടെ 1 സ്പൂൺ ബേക്കിംഗ് സോഡ. അത് നല്ല ബേക്കിംഗ് സോഡ ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്പയറി ആയതാണെങ്കിലും കുഴപ്പമില്ല. ഇത് മൂന്നും ഓരോ സ്പൂൺ വീതം ഇട്ട് ഒരു ബോട്ടിലിനകത്തേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിനകത്തേക്കോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം, നമുക്ക് എത്രത്തോളം വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്റ്റവിൻ്റെ ടോപ്പിലുള്ള ഈ ബർണറിൻ്റെ ചുറ്റുമുള്ള ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ലോഷൻ ഇതിൽ കൂടുതൽ അഴുക്കുള്ള ഭാഗത്തും ഈ സ്റ്റവിൽ മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തോ കൊടുക്കണം. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ലോഷൻ എല്ലായിടത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സാധാ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് സ്റ്റവ് ഫുള്ളായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. നമ്മൾ ഈ ഒരു ലിക്വിഡ് ലോഷൻ വെച്ചിട്ട് നമ്മുടെ സ്റ്റവ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും പറ്റും. ഒരുപാട് കട്ടിയായിട്ടുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട, നമ്മുടെ സാധാ ഈ തുണി വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. സ്റ്റൗവിൻ്റെ ടോപ്പ് മുഴുവനായിട്ടും ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് തുണി വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ ഒന്നുകിൽ ഒരു ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റവ് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റവ് വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്യുന്ന ഒരു DIY ഹാക്ക്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.